പ്രൈസ് ദി ലോർഡ്. അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനഭാഗത്ത് ബാബേലിലെ തീച്ചൂളയെക്കുറിച്ച് ബൈബിൾ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൻ്റെ ഒരു ശോധനയാണ് തീച്ചൂള എന്നത്. പലപ്പോഴും തീയിലൂടെ കടന്നു പോകുന്ന, വലിയ കഷ്ടത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും പ്രയാസത്തിലൂടെയും പോകുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. തീച്ചൂള കഷ്ടതയുടെ പ്രതീകമായി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ശരിയായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് വളരെ ക്ലേശപൂർണമായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. അത് പറയാൻ കാരണമുണ്ട്. സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമാണ്. അതിലൂടെ കടന്നു പോകുന്നവരോ വളരെ ചുരുക്കമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇടുക്കവാതിൽ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ സ്വർഗീയ സ്വരം കേട്ട് കൂടുതൽ പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക ആലോചന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് ദൈവം ഇടുക്ക വഴിയിലൂടെയുള്ള യാത്ര നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇടുക്ക വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ നമ്മൾ ഒത്തിരി ത്യാഗത്തോടു കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കും. ഒരിക്കൽ ഫിലിപ്പോസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞത്, നീ ഗസയിലേക്കുള്ള നേർവഴിയിലേക്ക് ചെല്ലുക. ഗസയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത് അടുത്ത കാര്യം. ഷണ്ടൻ എന്ന മനുഷ്യൻ ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞു തിരിച്ചു വരുന്ന വഴിയിൽ ദൈവം പറഞ്ഞു വിട്ട ഫിലിപ്പോസുമായിട്ട് കണ്ടുമുട്ടാൻ ഇടവരുത്തുന്നു. ആ യാത്ര ഒത്തിരി ക്ലേശമുള്ളതായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരാളോട് കർത്താവിൻ്റെ വചനം പറയാനുള്ള ഒരു വിളിയാണ്. എന്നാൽ ആ മനുഷ്യൻ യെശയ്യാ പ്രവചന പുസ്തകം വായിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പൊരുളുകളോ ചുരുളുകളോ ഒന്നും അറിയാത്ത അന്തരീക്ഷം. ഇതുപോലെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലും ഒത്തിരി ക്ലേശപൂർണമായിരിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന അനേകം മനുഷ്യരുണ്ട്. നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും ജീവിതത്തിൽ അവർ ഏൽക്കുന്ന വേദനകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിഷമിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രാർത്ഥന കർത്താവിനോട് മാത്രമാണ്. ആത്മീയമായത് മാത്രമാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ദൈവജനത്തിനെതിരെ ലോകം കുറ്റം കണ്ടെത്തുവാൻ ആത്മീയ വിഷയത്തിൽ മാത്രമായിരിക്കും. 3 യുവാക്കന്മാരുടെ ജീവിതത്തിലും മറ്റുള്ളവർ കുറ്റം കണ്ടെത്തിയത് യഥാർത്ഥ ദൈവമായ കർത്താവിനെ അവർ ആരാധിക്കുകയും രാജാവ് ഉണ്ടാക്കിയതിനെ, ബിംബത്തെയോ വിഗ്രഹത്തെയോ ഒന്നും ആരാധിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അവരെ പിടിച്ച് തീച്ചൂളയിലേക്ക് എറിയാനിട വന്നത്. എന്നാൽ അവർ പറയുകയാണ്, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തിനോ ദൈവവചനത്തിനോ എതിരെ മുന്നോട്ട് കടന്നു പോകുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആ തീച്ചൂള അനുഭവം. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നതിൻ്റെ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ ഉണ്ടാകാൻ കാരണമെങ്കിൽ, നമുക്കൊരു തീച്ചൂള അനുഭവമോ നമ്മൾ രക്തസാക്ഷിയായി തീരാനുള്ള അവസ്ഥയോ ഉണ്ടായെങ്കിൽ പോലും ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മളെ താങ്ങുന്നൊരു ദൈവം, നമ്മളെ കാക്കുന്നൊരു ദൈവം, ബാബേലിലെ തീച്ചൂളയിൽ നിന്ന് 3 യുവാക്കന്മാരെ വിടുവിച്ചവൻ, വിടുവിച്ചില്ലെങ്കിൽ പോലും
ഞങ്ങളുടെ അകത്തു വസിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ ഘോഷിക്കുവാൻ തക്കവണ്ണം വലിയൊരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന് ഏറ്റവും അധികം വേണ്ടത് പ്രാർത്ഥനയാണ്. ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ അധികം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ ഭവനത്തിൽ ഒത്തിരി നേരം നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കർത്താവ് ചോദിക്കുക, നീ പ്രാർത്ഥിക്കാറുണ്ടോ? നീ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പ്രാർത്ഥന, അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തെ ആരാഞ്ഞ് അവൻ്റെ ഹിതം ഈ ഭൂമിയിൽ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. എങ്കിൽ 3 യുവാക്കന്മാർ അതിന് തയ്യാറായി. ദൈവഹിതം മാത്രം. ദാനിയേൽ എന്ന മനുഷ്യനും ദൈവഹിതം മാത്രം നടപ്പാക്കാൻ തയ്യാറായി. ഏലിയാവ് എന്ന മനുഷ്യനും ദൈവഹിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പൗലോസും പത്രോസും എല്ലാം ദൈവഹിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാമോ? ദൈവഹിതത്തിന് അധികം പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദാനിയേലാണെങ്കിൽ രാജാവ് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോഴേ വാതിൽ തുറന്നിട്ട് എല്ലാവരും കാണുകയും മുട്ടുമേൽ വീണു പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. എതിർപ്പിന്റെ നടുവിൽ ഏറ്റവും അധികം വേണ്ടത് പ്രാർത്ഥനയാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടി മുട്ടുമേൽ വീണു പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയുന്നെങ്കിൽ വലിയ തീച്ചൂള അനുഭവവും വലിയ പീഡനത്തിന്റെ മുന്നോട്ടുള്ള വഴികൾക്ക് നമുക്ക് ബലം തരുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പ്രതികൂലങ്ങളെ തട്ടിത്തെറിപ്പിച്ചു കളയാൻ തക്കവണ്ണം കരുത്തും ശക്തിയും തരുന്ന ദൈവത്തോട് കൂടെയായിരിക്കണം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, കർത്താവേ നല്ല പ്രഭാതം തന്ന് നിന്റെ കൂടെ ഇരിക്കുവാൻ. ആ പ്രഭാതം മുഴുവൻ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഇരിക്കുമ്പോൾ പ്രദോഷത്തിലും നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ അന്നത്തെ ദിവസത്തെ കണ്ടെത്തണം. കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. കർത്താവ് നമ്മുടെ എല്ലാവരുടെ മേലും കൃപ വർഷിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.